ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ഈവനിങ്. 1:45 ഉച്ചയ്ക്ക് സമയം. ഞാൻ ആക്ച്വലി തിരിച്ച് വീട്ടിൽ വന്നിട്ട് 5 ദിവസമായി. ഇവിടെ വന്നിട്ട് ആദ്യത്തെ വീഡിയോ എടുക്കുന്നത്. ഒത്തിരി പരിപാടികളുടെ പുറകെയായിരുന്നു. ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റാത്തത്രയും ബിസി ആയിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു 5 ദിവസത്തെ വീഡിയോ എങ്ങനെയെങ്കിലും ഒക്കെ കവറപ്പ് ചെയ്ത് ഞാൻ ചെയ്യും. ഏകദേശം 13 ദിവസത്തെ ബാംഗ്ലൂർ ജീവിതം അവസാനിപ്പിച്ച് ഞാൻ 5 ദിവസം മുന്നേ വീട്ടിൽ വന്നു. ആൻഡ് ഇനി 2 ദിവസം കഴിഞ്ഞ് മറ്റന്നാൾ വീണ്ടും പോവുക ബാംഗ്ലൂർക്ക്. പിന്നെ ഇനിയും ഇപ്പോഴേ വരവ് കാണൂല. ഞാൻ 6-ാം തീയതി തിരിച്ചു വരും. എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിന് വരും. ബാംഗ്ലൂർ നമ്മൾ ഓഫീസ് എടുത്തു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. എന്തിന്റെ ഓഫീസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോക്കകത്ത് തന്നെ പറയാം. അത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി എന്തായാലും മറ്റന്നാൾ വീണ്ടും തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാണ്. സോ എന്റെ ലുക്ക് കുറച്ച് മാറിയിട്ടില്ലേ, അത് ഈ താടിയൊക്കെ ഒരു വേറെ രീതിയിൽ ട്രിം ചെയ്തോണ്ടാവും. ഓക്കെ, നെവർ മൈൻഡ്. സോ പറഞ്ഞു വന്നത്, നമ്മൾ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ബാംഗ്ലൂർക്ക് പോവാണ്. ഞാൻ ആക്ച്വലി ഇനി മോസ്റ്റ് ഓഫ് ദ ടൈമും അവിടെ ആയിരിക്കും. കുറെ പരിപാടികളുണ്ട്. ഓഫീസ് എടുത്തു ഞാൻ ഏതോ ഒരു കഴിഞ്ഞ ദിവസത്തെ ബാംഗ്ലൂർ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും അത് കഴിഞ്ഞിട്ട് ടെലഗ്രാമിലും ഒക്കെ വന്ന് ചോദിച്ചു, എന്താ ബ്രോ അവിടെ പരിപാടി ഇവിടെ പരിപാടി എന്നൊക്കെ ഒത്തിരി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ അവിടെ ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ്സ് എ സ്റ്റഡി എബ്രോഡ് ഏജൻസി. നമുക്ക് ഓൾറെഡി കേരളത്തിൽ ഉണ്ട്, ഇവിടെ പത്തനംതിട്ടയിൽ തന്നെ ഉണ്ട്. വി ആർ റണ്ണിങ് ഇറ്റ് സക്സസ്ഫുള്ളി. ആൻഡ് നമ്മൾ സെക്കൻഡ് ബ്രാഞ്ച് ആയിട്ട് നമ്മൾ ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടെ തന്നെ ഞാൻ മോസ്റ്റ് പ്രോബബ്ലി ഡിസംബർ ടൈമിൽ തന്നെ ഞാൻ ഒരു അഡ്വാൻസ്ഡ് പ്രൊഡക്ഷൻ ഹൗസ് അവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി എന്റെ തലയിലുണ്ട്. പക്ഷേ നോ ഐഡിയ. പക്ഷേ ഇതെന്തുവാലും കണ്ടിന്യൂസ് റൺ ആവാൻ പോവാണ്. ഇത് നവംബർ അല്ലേ? ഇത് നവംബർ 28. സോ ഡിസംബർ 2 തൊട്ട് നമുക്ക് സ്റ്റാഫ് ഉണ്ട് അവിടെ, ഐ മീൻ ആ ഏജൻസിയിൽ. സോ അപ്പം ഞാൻ പോവാണ്. ഞാൻ 30 പോവും. 30 എന്ന് പറയുമ്പോൾ ഇന്ന് 28 ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഈ വീഡിയോ ഇന്ന് തന്നെ പോസ്റ്റ് ആവും. സോ ഞാൻ 30 പോകും. അതായത് സാറ്റർഡേ എനിക്ക് രാവിലെ ട്രെയിൻ, സാറ്റർഡേ വൈകിട്ട് തന്നെ ഞാൻ ചെല്ലും. സോ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനി ഒരുപാട് പല കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്ലോഡ് ചെയ്യാനായിട്ട്. അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയത്തില്ല. പക്ഷെ ഇനി അങ്ങോട്ട് കുറെ കൂടെ എന്റർടൈനിങ്ങും പക്ഷെ കുറെ കൂടെ നല്ല രീതിക്ക് ഇൻഫർമേഷൻ അടിച്ചു കയറ്റിയ കുറെ കാര്യങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഏരിയയിലോട്ട് മാറുകയാണ്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ എസ്പെഷ്യലി ബാംഗ്ലൂർ ഉള്ള ആൾക്കാർ ആരെങ്കിലും, ഒത്തിരി പേരുണ്ട്, ഒരു 5-6 പേരോളം എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഇനി ഡിസ്കസ് ചെയ്യാം. ഞാൻ അവിടെ തന്നെ കാണും. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ മറ്റന്നാളിൽ പോകും. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് 6-ാം തീയതി തിരിച്ചു വരണം. ഇവിടെ കുറച്ച് പരിപാടി ഉണ്ട്, ഒരു 2-3 ദിവസത്തെ. 6-ാം തീയതി തിരിച്ചു വന്നാൽ മിക്കവാറും 9-ാം തീയതി തിരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. 9-ാം തീയതി തിരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പിന്നെ ഇനി എപ്പോൾ വീട്ടിൽ കയറുമോ എന്നുള്ള കാര്യം. പക്ഷെ കുറച്ച് ട്രിപ്പുകളും ഒക്കെ ഇതിന്റെ ഇടയ്ക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ക്ലോത്തിങ് ബ്രാൻഡിന്റെ പരിപാടിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ റെഡിയാക്കി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ മാനുഫാക്ചേഴ്സിനെയും ഹോൾസെയിലേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയും, പിന്നെ അതിന്റെ കുറെ കാര്യങ്ങൾ, പ്രിന്റ് ഓൺ ഡിമാൻഡ്, അങ്ങനെ കുറെ ഡിസ്കഷൻസ് മാത്രം നടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പല കാര്യങ്ങളിലോട്ട് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ള പ്ലാൻസ് ആണ്. അത് എവിടെയെങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്യണം ഇതിന്റെ ഐഡിയയുടെ കാര്യത്തിൽ. ഇപ്പം നിങ്ങൾ പല ആൾക്കാരും വിചാരിക്കും ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുതല്ലോ എന്ന്. അതായത് ഒരിക്കലും നമ്മളൊരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഓണ്ടർപ്രണർ ആവാൻ പോകുന്ന ഒരാൾ മൾട്ടിപ്പിൾ കാര്യത്തിൽ കൊണ്ടുവന്ന് കാല് വെക്കരുത്, എസ്പെഷ്യലി അറ്റ് ടൈം. കാരണം ഇപ്പൊ നിങ്ങൾ പല വള്ളത്തിൽ കൊണ്ട് കാല് വെച്ചിട്ടുണ്ട്, 2 കൈ ഇവിടെ ഇങ്ങനെ, 2 കാലം അവിടെ എവിടെയാണെന്നുണ്ടെങ്കിൽ 4 വെള്ളവും 4 സൈഡിലോട്ട് പോകും. നിങ്ങൾക്ക് എങ്ങും കൊണ്ട് എത്തിക്കാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കുക. ഇപ്പൊ നിങ്ങൾ എന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഞാൻ അവിടെ ഏജൻസി കൊണ്ടുവന്നു, ഇപ്പം ഈ ഏജൻസി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇപ്പൊ നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡ്. എനിക്ക് ഇതിന്റെ പുറകിൽ ചെയ്യാൻ ആൾക്കാരുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന റിസോഴ്സസ് മാത്രം എനിക്ക് ചെയ്തു കൊടുത്താൽ മതി. ഇപ്പൊ ക്ലോത്തിങ് ബ്രാൻഡിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ 2 പേരുണ്ട് എക്സ്ട്രാ ഫൗണ്ടേഴ്സ്. അപ്പൊ അവരും ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും. അങ്ങനെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഏജൻസി, ഇപ്പം സ്റ്റഡി അബ്രോഡ് ഏജൻസിയുടെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ 2 പേരുണ്ട്. എന്റെ സൈഡിൽ നിന്ന് എന്തൊക്കെ എനിക്ക് മാർക്കറ്റിംഗിൽ ചെയ്തു കൊടുക്കാമോ അപ്പൊ ആ ഒരു ഫീൽഡാണ് ഞാൻ അവിടെ നോക്കുന്നത്. ഇപ്പൊ നമ്മുടെ മീഡിയ പ്രൊഡക്ഷൻ ഏജൻസിയുടെ ഇവിടുത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മെയിൻ ആയിട്ടുണ്ട്. പിന്നെ എന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, അവർ നോക്കുന്നുണ്ട് ഓൺലൈനിൽ റിമോട്ട് ആയിട്ടിരുന്ന്. അപ്പം ഇനി ബാംഗ്ലൂരിലോട്ട് പോകുന്ന സമയത്ത് കുറെ കൂടെ ഓപ്പർച്യൂണിറ്റീസ് കൂടും പല ആൾക്കാർക്കും. പിന്നെ ബാംഗ്ലൂരിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഡിസംബറിനുള്ളിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് നോക്കട്ടെ. ഇതിന്റെ തിരക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പൊ ആ സമയത്തേക്ക് എന്തെങ്കിലും ഹയറിംഗ് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തുവായാലും നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി തരും. വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ നേരെ പോരെ. വന്നാൽ തന്നെ എംപ്ലോയി ആയിട്ട് മാത്രം വർക്ക് ചെയ്യാതെ മറ്റ് പല ഏരിയാസിലേക്ക് വാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സൽ ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നോക്കുക. അതൊക്കെയാണ് പറയാനായിട്ടുള്ളത്. പിന്നെ ബാംഗ്ലൂർ വ്ളോഗിന്റെ കാര്യം, 2-3 വ്ളോഗും കണ്ടിട്ട് 2 കോപ്പറേറ്റ് അടിച്ചു. മ്യൂസിക്കിന്റെ എന്തോ ഇഷ്യൂ ആണ്, പോട്ടെ. ഇനി ഞാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വ്ളോഗ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്റർടൈനിങ് ആണ്. പക്ഷെ ഭയങ്കരമായിട്ട് ഇൻഫർമേഷൻസ് കുത്തി നിറച്ച് തരുന്ന കുറെ വീഡിയോസ് ആയിരിക്കും. അപ്പം എല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ബിസിനസ് എസ്പെഷ്യലി ഗ്രോ ചെയ്യണം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഓപ്പർച്യൂണിറ്റീസ് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന വീഡിയോസ് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഹൈലി നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങൾക്ക് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതൊരു വീഡിയോ ആക്കി നിങ്ങൾക്ക് എവിടെ നിന്ന് എടുക്കണം, അവിടെ നിന്ന് എടുക്കണം, നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് നമ്പേഴ്സ് ആയത് ഞാൻ സെറ്റ് ചെയ്ത് തരും. ഇപ്പം എൻ്റെ മുന്നിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു ആ ഓപ്പർച്യൂണിറ്റീസ് മൊത്തം നിങ്ങൾക്ക് ഞാൻ ഓപ്പൺ ചെയ്ത് തരും. സോ അത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ 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 ബൈ.